നിയാദിന് ഏറ്റവും കൂടുതൽ ലോയാലിറ്റിയും പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഞാൻ മറന്നുപോയി അതുമാണ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞ ഗോദ്രേജിന്റെ ഇൻവേർട്ടർ രണ്ടെണ്ണം ഉണ്ടാ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. ഞാൻ ജസ്റ്റ് അറിഞ്ഞു നോക്കുന്നേ ഉള്ളൂ. പിന്നെ ഹൈറ്റ് ഞാൻ പറയട്ടെ, എന്റെ സങ്കല്പത്തില് എക്സ്ട്രോട്ട് മാത്രല്ല ഇൻട്രോട്ട് മാത്രല്ല കേട്ടോ. എക്സ്ട്രോട്സിനും കുഴപ്പമൊന്നുമില്ല, എക്സ്ട്രോട്സും നല്ലതാ. ഞാൻ പിന്നെ പെട്ടെന്ന് ആ സമയത്ത് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയത് അതാണ് ഇൻട്രോട്സ് എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡാവും, അങ്ങനെ മാറി മാറി കളിക്കും. അപ്പൊ എക്സ്ട്രോട്ടും കുഴപ്പമൊന്നുമില്ല. ഹൈറ്റ് ഉള്ള ആളെയാണോ ഇഷ്ടോ ഹൈറ്റ് ഇല്ലാത്ത ആളെയാണോ ഇഷ്ടോ? അപ്പൊ ഈ പക്രൂന ഇഷ്ടമല്ല അല്ല? പക്രു ഞാൻ പറഞ്ഞ അത്ഭുത ദ്വീപിൽ അഭിനയിക്കുന്ന ഞാൻ നിങ്ങൾക്ക് പണി വെക്കും, പണി ചെയ്യും. എന്നാ ഓക്കെ. അല്ല എന്താണ് അപ്പൊ ഓക്കെ മേറ, ഞാൻ ജസ്റ്റ് ഈ ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സെൻസസ് പെൺകുട്ടികളെ സെൻസസ് ഒന്നും എടുക്കും. ഭാരത സർക്കാരിനായിരുന്നു സെൻസസ് ഒന്നല്ല നേരെ ഞാനുള്ള കാര്യം. പൊതു താല്പര്യാർത്ഥം കേരള സർക്കാർ പുറപ്പെടുവിക്കുന്നത്. ബൈ, സി യു. ബൈ ബൈ. ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ വിളിക്കുന്നേ? അല്ല ചോദിച്ച അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക അല്ല എന്നോട് ഇടക്കിടക്കിന് ആൾക്കാർ വിളിക്കാൻ പറയും. ഒരു പ്രാവശ്യം വിളിച്ചില്ല വേറെ, നീ അവരെ തൊപ്പി വിളിച്ചില്ലേ എന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നീ എത്ര ദിവസം കൊണ്ട് എന്നെ വിളിച്ചത് പറഞ്ഞു കൊടുക്ക. അതിന് മുന്നേ എപ്പോ വിളിച്ചത്? കൊറേ കാലം മുന്നേ. ഇന്ന് എന്തോ ഇതിന് ഇവര് മൂന്നാളും റീൽസ് എടുക്കാൻ പോയപ്പം ആടുന്ന് വിളിച്ചത്, വരുന്ന വെച്ചിട്ട് വിളിച്ചത്. ഒറ്റ പ്രാവശ്യം വിളിച്ചതാണ്. പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, നമ്മളെപ്പോ വിളിക്കേണ്ടതല്ല വിചാരിക്കും. അപ്പം എനിവേസ് അപ്പൊ സിയോ ഓക്കെ ബൈ. അപ്പൊ ഇടക്കിടക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല അല്ല, ബുദ്ധിമുട്ടില്ല. അപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ ബൈ, സിയോ. അപ്പൊ ഓക്കെ, ഞാൻ എന്തോ പറയാൻ വന്നിന് മറന്നുപോയി. ബൈ. ഓക്കെ ശരി.